വളരെ സന്തോഷം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ തെരഞ്ഞെടുപ്പ് വിധി അസാധുവാക്കണമെന്നും LDF സ്ഥാനാർത്ഥിയെ വിജയിയാക്കണമെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൻ്റെ മായി ബന്ധപ്പെട്ട് 3 വർഷമായി കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കേസ് ഇന്നിപ്പോൾ കോടതി വിധിയായി. വിധിയുടെ വിശദവിവരങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നായാലും അവരുടെ കേസ് തള്ളി ആ പ്രശ്നം അവസാനിച്ചിരിക്കുകയാണ്. ആരോപണങ്ങൾ എന്തൊക്കെ തള്ളി, നേരത്തെ ഞാൻ പ്രസംഗിച്ചു, ചുമര എഴുതി എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ ഹൈക്കോടതി ആയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി അന്ന് പറഞ്ഞത് ഈ അയ്യപ്പസ്വാമിയുടെ പടം വെച്ച് സ്ലിപ്പടിച്ചത് അതാണ് മതമുദ്ര ഉപയോഗിച്ചു എന്നുള്ള ആക്ഷേപം. അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം നിലനിൽക്കും, ആ കേസ് പ്രശ്നം നിലനിൽക്കും എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനകത്തൊരു കാര്യം, യഥാർത്ഥ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഒരു സ്ലിപ്പടിച്ചിട്ടില്ല. ഇത് കൃത്രിമമാക്കി ഉണ്ടാക്കിയ ഒരു ഏർപ്പാടായിരുന്നു. ഇലക്ഷൻ്റെ തലേ ദിവസം അവർ പോലീസ് സ്റ്റേഷനിൽ കൊടുന്നൊരു പെറ്റീഷൻ കൊടുത്തു. അതിനെക്കുറിച്ച് അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലുമാണ് അത് കൊടുക്കേണ്ടത്. പക്ഷെ അതുപോലും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ്. എനിക്ക് പറയാനുള്ളത് 2021 ജനവിധി, ജനകീയ കോടതി എന്നെ വിജയിപ്പിച്ചു, UDF വിജയിപ്പിച്ചു. ആ ജനകീയ കോടതി വിധി വന്ന സമയത്ത് അത് BJPയുടെ പിന്തുണയോട് കൂടിയിട്ടാണ്, വോട്ട് വിലയ്ക്ക് വാങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപങ്ങളുണ്ടാക്കി. ഞങ്ങൾ പോരാടി നേടിയ വിജയം വളരെ മോശമാക്കി ചിത്രീകരിക്കാൻ അന്ന് LDF ശ്രമിച്ചു. അതിനുശേഷമാണ് ഈ പ്രശ്നം ഉണ്ടായത്. കൃത്രിമമായിട്ട് അവരൊരു കേസ് ഉണ്ടാക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ജനകീയ കോടതി വിധി മാനിച്ചില്ല. ഇപ്പോൾ നീതിന്യായ കോടതിയിൽ നിന്ന് സത്യം കണ്ടെത്തിയിരിക്കുകയാണ്.